രണ്ട് രക്തദാഹികൾ തമ്മിൽ അകലുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫോൺ സംഭാഷണത്തിനിടെ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ലബനാനിൽ ആക്രമണം ശക്തമാക്കിയതിന്റെ പേരിൽ നെതന്യാഹുവിനെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തിയെന്നാണ് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഇറാനുമായുള്ള തന്റെ നയതന്ത്ര ശ്രമങ്ങളെ അപകടത്തിലാക്കുന്നതിൽ ക്ഷുഭിതനായ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയും നിരവധി അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ലോകവേദിയിൽ ഇസ്രായേലിന്റെ യശസ്സിന് കോട്ടം തട്ടിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായും രണ്ട് US ഉദ്യോഗസ്ഥരെയും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാളെയും ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിലാകുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും നിങ്ങളെ വെറുക്കുന്നു, ഇതുമൂലം എല്ലാവരും ഇസ്രായേലിനെ വെറുക്കുന്നുവെന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ഇതിനുശേഷം നിലപാടിൽ മാറ്റമില്ലെന്നത് തെളിയിക്കുന്നതായിരുന്നു നെതന്യാഹുവിന്റെ പരസ്യ പ്രസ്താവന. ഞങ്ങളുടെ നിലപാട് അതേപടി തുടരുന്നുവെന്ന് നെതന്യാഹു സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ ഈ സംഭാഷണത്തിന് ശേഷം ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ബൈറൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് നടത്താനിരുന്ന സൈനിക മുന്നേറ്റം ഉപേക്ഷിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതായും പകരം ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറായതായും ട്രംപ് പറയുന്നു. ലബനാനിലെ ഇസ്രായേൽ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് യാതൊരു ന്യായീകരണവുമില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. സൈനിക നടപടികൾ നിർത്തിവെക്കാൻ UK വിദേശകാര്യ സെക്രട്ടറി വൈറ്റ് കൂപ്പർ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇറാൻ എല്ലാ അർത്ഥത്തിലും കരുത്തരാവുകയാണ്. അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ ഭൂരിഭാഗവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ആക്രമണങ്ങളിൽ തകർന്ന 69 തുരങ്ക കവാടങ്ങളിൽ 50 എണ്ണവും ഇറാൻ ഇതിനകം തന്നെ ഗതാഗത യോഗ്യമാക്കി. അന്താരാഷ്ട്ര മാധ്യമമായ CNN ഇക്കാര്യം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 18 ഭൂഗർഭ മിസൈൽ താവളങ്ങളിലായി തകർന്നുകിടന്ന 50 കവാടങ്ങളാണ് ഇറാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ചത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ ശേഷി തടയുന്നതിനായി തുരങ്ക കവാടങ്ങളും റോഡുകളുമായിരുന്നു അമേരിക്കയും ഇസ്രായേലും പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതിനാൽ കേടുപാടുകൾ കൂടാതെ അതിജീവിച്ചു. വിക്ഷേപണ ജീവനക്കാരും ലോഞ്ചറുകളും ഉള്ളിടത്തോളം കാലം ഇറാന് മിസൈൽ ആക്രമണം തുടരാനാകുമെന്ന് വിലയിരുത്തുന്നവർ ഏറെ. ഭൂഗർഭ താവളങ്ങളിലായി വൻതോതിൽ മിസൈലുകൾ ഇനിയും ഇറാന്റെ പക്കലുണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ ഇറാനെ തൊട്ട് കളിച്ച അമേരിക്കയും ഇസ്രായേലും പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ്.